ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു കാനഡ ഡേ വ്ളോഗാണ്. അതായത് ജൂലൈ 1 കാനഡ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്നൊരു 5 മണിയായപ്പോൾ ഭയങ്കര കാറ്റും ബഹളവും കറണ്ട് പോകും. ഞങ്ങളിവിടെ വന്നിട്ട് കറണ്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. പെട്ടെന്ന് തന്നെ നല്ല മഴയും പെയ്തു. ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ പരേഡൊന്നും കാണത്തില്ല, ഫയർ വർക്സ് ഒന്നും കാണില്ല. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. 5-5:30 ആയപ്പോഴത്തേനും പിന്നെ അങ്ങ് തെളിഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേനും തൊട്ടടുത്തുള്ള റോട്ടറി കോംപ്ലക്സിലേക്ക് നടന്നു. അവിടേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പരേഡിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ്, 2 to 3 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ പോലീസിൻ്റെ വണ്ടിയായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫയർ എഞ്ചിൻ വരുന്നത്. നമ്മുടെ ഹ്യൂഗോ ബേബി ഇതിനകത്തുണ്ടായിരുന്നു. അവന് ഫയർ എഞ്ചിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ പേടിയായിരുന്നു. പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കാറും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹ്യൂഗോ ബേബി പേടിച്ച് പേടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവന് പേടിയായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ മേത്തോട്ടൊക്കെ കയറി വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവനൊരു പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവൻ ആ പരേഡ് കഴിയുന്നിടം വരെ അവൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ടെൻഷനായിരുന്നു ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും. പക്ഷേ ഇതിങ്ങനെ പോയി പോയി അല്ലേ അവൻ്റെ പേടി മാറത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളങ്ങ് കൊണ്ടുപോയി. ഇത് കാനഡയുടെ 159th ബർത്ത്ഡേ ആണ്. ജൂലൈ 1 കാനഡ ഡേ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇന്ന് വെനസ്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് അവധിയായിരുന്നു. കാനഡ ഡേ എല്ലാ ദിവസവും എല്ലാ വർഷവും നമുക്ക് അവധി കിട്ടും. അത് വെനസ്ഡേയിലാണെങ്കിൽ വെനസ്ഡേ അവധി കിട്ടും, ട്യൂസ്ഡേ ആണെങ്കിൽ അങ്ങനെ വേരി ചെയ്ത് പോകും. എല്ലാ ടൗണിലും എല്ലാ സിറ്റിയിലും ഒക്കെ അവർക്ക് അവരുടേതായ സെലിബ്രേഷൻസും പരേഡും ഫയർ വർക്സും ഒക്കെ കാണും. ഇത് ഞങ്ങളുടെ സ്ഥലമായ സ്ട്രാറ്റ്ഫോർഡിൽ വെച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് അടുത്തായതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ പരേഡിനും അതുപോലെ തന്നെ ഫയർ വർക്സിനൊക്കെ പോയത്. പിന്നെ ഇപ്പോൾ കാനഡയിൽ ഇവിടെ സമ്മർ വെക്കേഷനാണ്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ അല്ലെങ്കിൽ തന്നെ അവധിയാണ്. ഇത് കണ്ടോ, അത് കുടിക്കാനൊക്കെ. ദൈവാധീനത്തിന് പരേഡ് തുടങ്ങിയപ്പോൾ പിന്നെ നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. മഴ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പരേഡ് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ടയേർഡായിട്ട് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്ന. പിള്ളേരും വലിയവരും എല്ലാം നമുക്ക് അവരെ കാണുമ്പോഴേ മനസ്സിലാവുമായിരുന്നു. പാവങ്ങളെല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാനഡയിൽ ഇപ്പം 40 ഈ ഒരാഴ്ച ഹീറ്റ് വേവ് വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു 45 ഒക്കെ ആയിരുന്നു ഇന്ന് ഫീൽസ് ലൈക്ക് ആയിരുന്നത്. സോ നല്ല ചൂടായിരുന്നു. പിന്നെ ഇടച്ചിരി മഴ പെയ്ത് കഴിഞ്ഞ കാരണം പരേഡിൻ്റെ സമയത്ത് ഫീൽസ് ലൈക്ക് 38 ഒക്കെ. പരേഡിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴാണ് ഈ ഹോഴ്സൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത്. ഹോഴ്സും പോണിയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളുടെ മേയറും ഒരു ഹോഴ്സിനകത്ത് ഉണ്ടായിരുന്നു. ഹ്യൂഗോ ഹോഴ്സിനെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ ലാസ്റ്റ് പോകുന്ന ആ പുള്ളിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ മേയർ. കാനഡ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതായത് സ്ട്രാറ്റ്ഫോർഡിലെ മേയറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വീട്ടിലൊക്കെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ലൈവ് മ്യൂസിക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഫയർ വർക്ക്സ് നടക്കുന്നിടത്തും പോയി. മ്യൂസിക് എന്ന് പറഞ്ഞാൽ വളരെ സൗണ്ട് കുറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് മ്യൂസിക് വലിയ കാര്യമായിട്ട് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുട്ടീൻ മേടിച്ചു. അതുപോലെ തന്നെ കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് തീർക്കാൻ പോലും പറ്റിയില്ല. എൻ്റെ ലോഡഡ് പുട്ടീനായിരുന്നു മേടിച്ചിരുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ വന്നിരിക്കുന്നു. ചിലർ ചെയറിലിരിക്കുന്നു, ചിലർ മാറ്റിലിരിക്കുന്നു. ഞങ്ങൾ പുല്ലിൽ തന്നെ ഇരുന്നു. സോ പുല്ലിൽ തന്നെ ഇരുന്നവരും ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് മ്യൂസിക് കേൾക്കാൻ വയ്യായിരുന്നു. ആക്ച്വലി അത്ര ലൗഡൊന്നും ആയിരുന്നില്ല. ചെറുതായിട്ട് അവിടെ ഇങ്ങനെ പാടുന്നതൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാമായിരുന്നു. പിന്നെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ്, അതായത് നന്നായിട്ട് ഇരുട്ടിയിട്ടാണ് ഞങ്ങളുടെ ഇവിടെ ഫയർ വർക്ക്സ് തുടങ്ങിയത്. വീട്ടിൽ നിന്ന് ഒരു 5 to 6 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് സ്കൂളിലേക്ക്. സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇവിടെ ഫുഡ് ട്രക്കും ലൈവ് മ്യൂസിക്കും ആസ് വെൽ ആസ് ദ ഫയർ വർക്ക്സും നടക്കുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ അവരുടെ ബാക്ക് യാർഡിൽ തന്നെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ടായിരുന്നു.
ദേ നമ്മുടെ ഫയർ വർക്സ് തുടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ ഫയർ വർക്സ് അങ്ങനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാറില്ല എല്ലാ വർഷവും. അതായത് ഇപ്പോൾ 2024, 25, 26 ഞാൻ 3 വർഷം ഇവിടുത്തെ ഫയർ വർക്സ് തന്നെ കാണാൻ പോയിട്ടുള്ള, ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. നല്ലൊരു ഫയർ വർക്സ് ആണ് സ്ട്രാറ്റ്ഫോർഡിൽ പൊതുവെ കാനഡയിലുള്ളത്. നമ്മുടെ പ്രൈവറ്റ് ബാക്ക് യാർഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫയർ വർക്ക്സ് എടുക്കാൻ പറ്റും. അത് ചില ദിവസങ്ങളിൽ മാത്രമേ പെർമിറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഹ്യൂഗോ ബേബി എടുത്ത് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. നാളെ തൊട്ട് വർക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യണം. ഇന്ന് വെനസ്ഡേ ആണ്. തേഴ്സ്ഡേ ഫ്രൈഡേയും കൂടെ വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെയും വീക്കെൻഡാണ്. സോ അങ്ങനെ ഒന്ന് സന്തോഷിച്ചുകൊണ്ട് എനിക്ക് ഈ വ്ളോഗ് നിർത്തേണ്ടായിരിക്കും. അതിന് മുന്നേ നമ്മുടെ സ്റ്റാർ ഹ്യൂഗോ ബോസിനെ കൂടെ കാണിക്കണം. അവൻ്റെ ഒരു കാനഡ ടീ-ഷർട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. സോക്കറിൻ്റെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഷർട്ടാണിത്. അവന് ക്ഷീണിച്ചു. അവൻ രാവിലെയും പോട്ടെ ഞങ്ങൾ വൈകുന്നേരം പരേഡിനൊക്കെ പോയി നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അവൻ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഈ കാനഡ ഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്ന ഇടം വരെ ഇറ്റ്സ് ബൈ ഫ്രം നിർമ്മല.